മലസ് നിർമ്മയുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് വലിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ആരും കണക്ക് കൂട്ടരുത്. ഞാൻ നമ്മുടെ B1 എക്സാം ജർമ്മനിയിൽ ഒന്ന് എഴുതി നോക്കുന്നതാണ്. ഞാൻ ഓൾറെഡി B2 എക്സാം എഴുതി അട്ടപട്ടലം മൂഞ്ചി. അപ്പോൾ പിന്നെ B1 എക്സാം കൂടി ഒന്ന് എഴുതി നോക്കിയേക്കാന്ന് വെച്ചു. ഇതെൻ്റെ രണ്ടാമത്തെ വട്ടമാണ് B1 എഴുതുന്നത്. ആദ്യത്തെ വട്ടം ഞാൻ എഴുതി അത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു. അത് സ്പീക്കിംഗ് മാത്രമേ കിട്ടുകയുള്ളൂ. എൻ്റെ ഷോർട്ട് ടിഷ് 4 മാർക്കിന് പോയി. 135, അതായത് 200-ന് 135 കിട്ടുന്നിടത്ത് എനിക്ക് 131 കിട്ടിയുള്ളൂ. സ്പീക്കിംഗ് കറക്റ്റായിട്ട് കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ആഴ്ച അപ്പം തന്നെ നമ്മൾ ഡേറ്റ് എടുത്തു. ഇന്നാണിപ്പോൾ എൻ്റെ എക്സാം. ഇന്നിപ്പോൾ March 2, 9 മണിക്കാണ് എക്സാം. 20 മിനിറ്റ് മുമ്പ് ഞാൻ ഇവിടെ എത്തിയിരിക്കുകയാണ് ഡോറ് തുറക്കാൻ വേണ്ടി. ഐ ആം വെയിറ്റിംഗ്. നമുക്ക് നാട്ടിലൊക്കെ ഡേറ്റ് കിട്ടാൻ വളരെ പാടാണെന്നാണ് കേൾക്കുന്നത്. പക്ഷേ ഇവിടെ ജർമ്മനിയിലെ ഡേറ്റിന് യാതൊരുവിധ പാടുമില്ല. എല്ലാ 20 ദിവസത്തിനകവും നമുക്ക് ഡേറ്റ് കിട്ടുന്നതാണ്. ഇവിടെ എക്സാം രജിസ്റ്റർ ചെയ്യാൻ വളരെ ഈസിയാണ്. ഇതിൻ്റെ വെബ്സൈറ്റിൽ കയറി ടെൽക്ക് എക്സാം ബെയൻസ് നിയർ മീന്ന് ചുമ്മാ അടിച്ചു കൊടുക്കുക. എവിടെയാണോ സെൻറ്റർ ഉള്ളത് അതിൻ്റെ നമുക്കിത് കിട്ടും, ഇൻഫർമേഷൻ കിട്ടും. പിന്നെ വെബ്സൈറ്റിൽ കയറി അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്താൽ മതി. വളരെ ഈസിയാണ്. നമുക്ക് ഇന്നേക്ക് 20-ാം ദിവസം ഡേറ്റ് കിട്ടും. അതായത് നമുക്ക് ഇന്നിപ്പോൾ ബുക്ക് ചെയ്താൽ നമുക്ക് 20 ദിവസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് കിട്ടും. എല്ലാ ശനിയും ഞായറാഴ്ചയും മിക്ക സെൻറ്ററുകളിലും എക്സാം എടുക്കാറുണ്ട്. 20 ദിവസം മുമ്പ് വരെയാണ് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുക. ഇവിടെ ഇഷ്ടംപോലെ എക്സാം സെൻറ്ററുകളുണ്ട്. ഞാൻ ഇപ്പോൾ എഴുതുന്ന ടെൽക്കാണ്. ടെൽക്ക് വോയിസ് ഡി, പിന്നെ ഏതാ നമ്മുടെ ഗോയിത്തെ എല്ലാം ഉണ്ട്. എനിക്ക് ടെൽക്കാണ് കുറച്ചുകൂടി കംഫർട്ടായിട്ട് തോന്നിയത്. അതുകൊണ്ടാണ് ടെൽക്ക് എഴുതുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇവിടെയൊക്കെ ഏതെങ്കിലും ലാംഗ്വേജ് സ്കൂളിൽ പഠിച്ചാൽ അവിടുന്ന് പഠിച്ചിറങ്ങി അവരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പോലും അതും വാലിഡാണ് ഈക്വലി. ഞാൻ ഇന്ന് എക്സാം എഴുതാൻ വന്ന ഡോട്ട്മുണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താട്ടോ. ഇവിടെ വെസ്റ്റ്ഫാലിയ ബിൽഡിംഗ് സെൻറ്റർ EV എന്തോ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് തോന്നുന്നു. ബട്ട് എനിക്ക് ഓൾമോസ്റ്റ് 169 യൂറോ ആയിട്ടോ B1 മാത്രം. B1 ഫുള്ള് B1 ബെയൻസ് അൽഗമൈനെ പ്രൂഫിംഗ് എന്ന് പറഞ്ഞ എക്സാമാണ് എഴുതുന്നത്. അതിന് മാത്രം 169 യൂറോ. ഇന്നിപ്പം റൈറ്റിംഗ് മാത്രം ഉള്ളതുകൊണ്ട് 149 യൂറോ. പിന്നെ സർട്ടിഫിക്കറ്റ് നമുക്ക് വീട്ടിലേക്ക് അയച്ചു തരും. അതിന് എക്സ്ട്രാ 10 യൂറോ. അങ്ങനെ 159 യൂറോയാണ് എനിക്ക് ടോട്ടലി ആയേക്കുന്നത്. ഞാൻ ഇതിന് മുമ്പ് പരീക്ഷ എഴുതിയ പെർഫെക്റ്റ് ഡോയ്സ് എന്ന് പറഞ്ഞ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അണ്ടറിലായിരുന്നു. ഇപ്പോൾ വെസ്റ്റ്ഫാലിയ ബിൽഡിംഗ് സെൻറ്റർ EV എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിലാണ്. ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. മറ്റേ പെർഫെക്റ്റ് ഡോയ്സിൽ ബേസ് എഴുതി പരിചയമുള്ളതുകൊണ്ട് അവിടെ നല്ല ഈസി അറ്റ്മോസ്ഫിയറും പരിചയമുള്ള ആൾക്കാരൊക്കെ തന്നെയായിരുന്നു. ഇവിടെ ഇനി എങ്ങനെ സംഭവം എന്നറിയത്തില്ല. ഒറ്റക്കൂട് സ്റ്റുഡൻസിനെ പോലും പുറത്ത് കാണുന്നില്ല. എല്ലാവരും അകത്ത് കയറിയിട്ടുണ്ടാവും. എന്തായാലും ഫോൺ ഇതോടുകൂടി അകത്ത് കയറ്റി വെക്കേണ്ടി വരും. വേറെ ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വേറെ വീഡിയോസും ഷൂട്ടിങ്ങുകളും ഒന്നും ഉണ്ടാവില്ല. എന്നാലും വിൽ ട്രൈ. എല്ലാവരോടും 20 മിനിറ്റ് മുൻപ് വരാനാണ് പറഞ്ഞേക്കുന്നത്. പരീക്ഷ രജിസ്റ്റർ ചെയ്തപ്പോൾ നമുക്കൊരു മെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ മെയിലിൽ 20 മിനിറ്റ് മുമ്പ് ഇവിടെ ഹാജരാകാനാണ് പറഞ്ഞത്. ഞാൻ ഇവിടെ ഇപ്പോൾ ആരെയും കാണുന്നില്ല. മേ ബി എല്ലാവരും പുറത്തായിരിക്കും, അകത്തായിരിക്കും. എന്തായാലും സമയമാകുമ്പോഴത്തേക്കും നമുക്കും പോയി അവിടെ ബെല്ലടിച്ച് കയറാം. പരീക്ഷ എഴുതാനുള്ള സ്റ്റുഡൻസുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഞാൻ മാത്രമല്ല. അതുകൊണ്ട് സമാധാനം. 3 hours later. അങ്ങനെ B1 എക്സാം എഴുതി കഴിഞ്ഞ് റിട്ടേൺ അവർ കയറി ചെന്നത് എന്നെ ഫോണും വാങ്ങിച്ചു വെച്ചു. ചുറ്റും മുഴുവൻ പരിശോധിച്ച് അതേക്ക് കയറ്റി. പരീക്ഷ കഴിഞ്ഞു. ഓൾമോസ്റ്റ് വലിയ കുഴപ്പമില്ലായിരുന്നു എന്ന് പറയാം. ഇനി ബാക്കി റിസൾട്ട് വരുമ്പോൾ